So if you notice the washers, you can see that the washer will be like this. അതായത് ഒരു ബോൾട്ട് ഉണ്ടെങ്കിൽ ആ ബോൾട്ട് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസും കൂടെ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു വാഷർ നിൽക്കുക. അതിനുശേഷമാണ് അതിൻ്റെ ആ സിലിണ്ടറിക്കൽ പോർഷൻ വരുന്നത്. സോ ദിസ് പോർഷൻ അത് നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് ടച്ച് ചെയ്തിരിക്കുകയായിരിക്കും. വാട്ട് ഈസ് ദി ഒബ്ജക്റ്റ് ടു ബി ടൈറ്റൻഡ്? ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് അത് ടൈറ്റൻ ചെയ്യാനായിട്ട് അത് ടച്ച് ചെയ്ത് നിൽക്കും. സോ ദ മെയിൻ പർപ്പസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ഹെക്സഗണൽ ബോൾട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ക്വയർ ബോൾട്ടിൻ്റെ ഹെഡ് ഈ ഒരു പാർട്ടിൽ വന്ന് തട്ടി കൂടുതൽ പ്രഷർ കാരണം ഡാമേജ് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെറ്റൽ പീസ് മേളിൽ വാഷറായിട്ട് കൊടുത്തിരിക്കുന്നത്. So the distance will be equal to, or the width will be equal to 2d plus 4. So then നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ this will be how we draw. The total diameter will be 2d plus 4 and the inner diameter എന്ന് പറഞ്ഞാൽ ഇതിനകത്തൂടെയാണ് നമ്മുടെ ആ ഒരു ബോൾട്ടിൻ്റെ ഷാങ്ക് പോർഷൻ കയറിപ്പോകുന്നത്. സോ കയറിപ്പോകണമെങ്കിൽ there should be some clearance അല്ലേ? ഷാങ്കിൻ്റെ അതേ ഡയമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ വാഷർ ആ ബോൾട്ടിനകത്തേക്ക് കയറത്തില്ല. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്ലിയറൻസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു ഡയമീറ്റർ കൊടുത്താൽ മാത്രമേ വാഷറിനെ നമുക്ക് ബോൾട്ടിനകത്തേക്ക് കയറ്റിയിടാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു d plus 1. ഒരു 1 mm ക്ലിയറൻസും കൂടെ എക്സ്ട്രാ നമ്മൾ കൊടുക്കും. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് d plus 1 mm. ഓക്കെ, സോ d plus 1 it will be the diameter or the hole of the diameter of the hole in that washer. അതൊരു ഹോളാണ്. And this is how we represent the total combination. ഹെക്സഗണൽ ബോൾട്ടിൻ്റെ ഹെഡ് ഇതാണ് അതിൻ്റെ നട്ട് അതിനകത്തുള്ള ത്രെഡിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതൊരു വാഷർ ഇവിടെ വെച്ചിട്ടുണ്ട്. വാഷർ ഇറ്റ് ക്യാൻ ബി മൂവബിൾ. വാഷർ സാധാരണ നമ്മൾ ഈ ഒരു എൻഡിലാണ് കൊണ്ടുവന്ന് വെക്കാറുള്ളത്. സോ ദി വാഷർ thickness of the washer is 0.15 times d and the total width is 2d plus 4. This is the combination. So ഇനി പല തരത്തിലുള്ള ബോൾട്ട്സ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം.